മുസ്ലിം ലീഗ് നേതാവ് MK മുനീറിന്റെ വായ്പ പാർട്ടി അടച്ചു തീർത്തു. 48 ലക്ഷം രൂപയുടെ വായ്പയാണ് അടച്ചു തീർത്തത്. ലീഗ് നേതൃത്വമാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ പണമടച്ചത്. പാണക്കാട് സാദിഖലി തങ്ങളും PK കുഞ്ഞാലിക്കുട്ടിയും സംസാരിച്ചതായും ബാധ്യത പരിഹരിക്കാമെന്ന് പറഞ്ഞതായും മുനീർ നേരത്തെ വ്യക്തമാക്കിയിരുന്നു. കോഴിക്കോട് നടക്കാവിലെ വീടിന്റെ നവീകരണത്തിനായി കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ നിന്ന് വായ്പ എടുത്തിലാണ് മുനീറിന് ജപ്തി നോട്ടീസ് വന്നത്. 48 ലക്ഷം രൂപ ഈ മാസം 31-ന് മുൻപ് അടച്ചില്ലെങ്കിൽ വീട് ജപ്തി ചെയ്യുന്നതായിരുന്നു നോട്ടീസ്. MS അനീഷ് കുമാർ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന്. അനീഷ്, പതിറ്റാണ്ടുകളോളം MLA ആയിരുന്ന, മന്ത്രിയായിരുന്ന ഒരു വ്യക്തിക്കാണ് ഈ രീതിയിലുള്ളൊരു ദുരവസ്ഥ ഉണ്ടായത്. നമുക്കറിയാം, ഇത് ഈ MK മുനീറിൻ്റെ ജപ്തി നോട്ടീസ് വന്നു എന്ന വാർത്തയ്ക്ക് പിന്നാലെ സമൂഹ മാധ്യമങ്ങൾ അദ്ദേഹത്തിൻ്റെ പിതാവ് CH മുഹമ്മദ് കോയയുടെ അദ്ദേഹം സ്വീകരിച്ച നിലപാടുകളടക്കം ചർച്ചയാകുന്നുണ്ട്. മുഖ്യമന്ത്രി സ്ഥാനം രാജിവെച്ച ശേഷം അദ്ദേഹം ബസ്സിൽ യാത്ര ചെയ്യാൻ വേണ്ടി പോയപ്പോൾ കൈവശം ₹1 പോലും ഇല്ലായിരുന്നു. അതായത് വണ്ടിക്കാശിന് പോലും പണമില്ലായിരുന്ന ഒരു നേതാവിൻ്റെ മകൻ ഒരു അഴിമതി, സാധാരണ രാഷ്ട്രീയം എന്ന് പറയുമ്പോൾ അഴിമതി കാണിക്കാനുള്ള അവസരമാണെന്നും നിരവധി പണം സമ്പാദിക്കാമെന്നും ഒക്കെ നമ്മൾ സാധാരണക്കാർ അങ്ങനെയൊക്കെയാണ് കരുതാറുള്ളത്. പക്ഷെ അങ്ങനെയുള്ള ഒരു കാലഘട്ടത്തിലാണ് MK മുനീറിനെ പോലുള്ള ഒരു രാഷ്ട്രീയ നേതാവ് മാതൃകയാകുന്നത്. അദ്ദേഹത്തിന് ഒരു സ്വന്തമായൊരു വീടിൻ്റെ നവീകരണത്തിന്, നിർമ്മാണ പ്രവർത്തനങ്ങൾക്ക് പോലും പണമില്ലാത്ത സാഹചര്യം, വായ്പ എടുക്കുന്നു, ഒടുവിൽ ജപ്തി വരുന്നു. ഇത് ഏത് സാഹചര്യത്തിലാണ്? ഇപ്പോൾ പാർട്ടിയുടെ ഭാഗത്തു നിന്ന് ഇടപെടൽ ഉണ്ടായിട്ടുണ്ട്. നിരവധി വ്യക്തികൾ തനിക്ക് സഹായ വാഗ്ദാനം നൽകിയെന്ന് MK മുനീർ പറഞ്ഞിട്ടുണ്ട്. പൂർണ്ണമായും വായ്പ ലീഗ് നേതൃത്വം അടച്ചു തീർത്തിട്ടുണ്ടോ? എന്താണ് ഈ വിഷയത്തിൽ മുനീർ വ്യക്തമാക്കുന്നത്? ഏതാണ്ട് 79 ലക്ഷം രൂപയോളമാണ് കാലിക്കറ്റ് ടൗൺ സഹകരണ ബാങ്കിൽ നിന്നും വായ്പ എടുത്തത്. അതിന്റെ പലപ്പോഴായി പണം അടച്ചെങ്കിലും കഴിഞ്ഞ വർഷങ്ങളായി ഈ മുതലിലേക്ക് ഒരു തരത്തിലും പണം അടയ്ക്കാൻ കഴിയാത്ത വിധം സാമ്പത്തിക പരിസ്ഥിതി പെട്ടുപോവുകയായിരുന്നു എന്നാണ് MK മുനീർ പറഞ്ഞത്. CH ഉണ്ടായിരുന്ന കാലത്ത് നിർമ്മിച്ചതാണ് വീട്. അതിന്റെ നവീകരണ പ്രവർത്തനങ്ങളൊക്കെ നടത്തി കുറച്ചുകൂടി മൂടി പിടിപ്പിച്ചു. പക്ഷേ സാമ്പത്തികമായി അത് തിരിച്ചടയ്ക്കാൻ കഴിയും എന്ന ഒരു പ്രതീക്ഷയിലാണ് ഇത്ര ഭാരിച്ച തുക വായ്പ എടുത്തത്. വീടിന്റെ നവീകരണം നടത്തുമെന്ന് പറയുന്നു. കാര്യങ്ങൾ പിന്നീട് ഉദ്ദേശിച്ചത് പോലെ പോയില്ല. MLA എന്ന നിലയിൽ ലഭിക്കുന്ന വരുമാനം മാത്രമാണ് അത്. യെസ്, വ്യക്തമാണ്. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. എന്തായാലും MK മുനീറിനെ സംബന്ധിച്ച് ആശ്വാസകരമായിട്ടുള്ളൊരു കാര്യം തന്നെയാണ് പാർട്ടി നേതൃത്വത്തിൻ്റെ ഒരു നടപടി. അദ്ദേഹത്തിൻ്റെ വായ്പ അടച്ചു തീർക്കാനുള്ള നടപടി ലീഗ് നേതൃത്വം സ്വീകരിച്ചിരിക്കുന്നു. അടിയന്തരമായി തന്നെ അത്തരം പല സഹായ വാഗ്ദാനങ്ങൾ അദ്ദേഹത്തിനുണ്ടായിരുന്നു. നേരത്തെ നമുക്കറിയാം, CH മുഹമ്മദ് കോയയുടെ മരണശേഷം ആ കുടുംബത്തിൻ്റെ അവസ്ഥ, പിന്നീട് പാർട്ടി നേതൃത്വം തന്നെയാണ് അദ്ദേഹത്തിൻ്റെ മക്കളെ പഠിപ്പിക്കാൻ വേണ്ടി ആ കുടുംബത്തിന് സഹായങ്ങളൊക്കെ നൽകി രംഗത്തെത്തിയെങ്കിൽ സമാനമായൊരവസ്ഥ തന്നെ. അതായത് CHൻ്റെ മകൻ, രാഷ്ട്രീയത്തിൽ ഒരു കറപുരുളാത്ത നേതാവ് MK മുനീറും ഈ ഒരു രീതിയിലും രാഷ്ട്രീയപരമായി അദ്ദേഹം മറ്റ് സാമ്പത്തിക നേട്ടമൊന്നും ഉണ്ടാക്കിയില്ല എന്ന് തന്നെയാണ് അദ്ദേഹത്തിൻ്റെ ഈ വ്യക്തി ജീവിതത്തിൽ നിന്ന് ഇതുപോലുള്ള ഈ കടബാധ്യതയിൽ നിന്നൊക്കെ മനസ്സിലാക്കാനും കഴിയുന്നത്. എന്തായാലും ആശ്വാസകരമായിട്ടുള്ള വാർത്തയാണ് പുറത്തു വരുന്നത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം. കൂടുതൽ വാർത്തകൾക്ക് News 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.